പ്രിയപ്പെട്ടവരെ, വിവിധ മത്സര പരീക്ഷകൾക്കായി പൊതുവിജ്ഞാനം ആസ്പദമാക്കിയ MCQ ആണ് നൽകിയിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സ്കോറും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി സപ്പോർട്ട് ചെയ്യണേ. ഒന്നാമത്തെ ചോദ്യം: കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് ഡച്ച് ഗവർണറായിരുന്ന വാൻ റീഡ് തയ്യാറാക്കിയ ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന ഗ്രന്ഥം ഏതു ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചത്? എ. ജർമ്മൻ, ബി. ഇംഗ്ലീഷ്, സി. മലയാളം, ഡി. ലത്തീൻ. ഉത്തരം ലത്തീൻ. രണ്ടാമത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ ആരാണ് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന മുദ്രാവാക്യം നൽകിയത്? എ. വിവേകാനന്ദ സ്വാമി, ബി. സ്വാമി ദയാനന്ദ സരസ്വതി, സി. ശ്രീരാമകൃഷ്ണ പരമഹംസ, ഡി. ശ്രീനാരായണ ഗുരു. ശരി ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി. മൂന്നാമത്തെ ചോദ്യം: സൗജന്യ വിദ്യാഭ്യാസം ആദ്യമായി നടപ്പിലാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി? എ. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ, ബി. വിശാഖം തിരുനാൾ രാമവർമ്മ, സി. മൂലം തിരുനാൾ രാമവർമ്മ, ഡി. ഗൗരി പാർവതിബായ്. ശരി ഉത്തരം ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. നാലാമത്തെ ചോദ്യം: പിൽക്കാലത്ത് യോഗിയും തത്വചിന്തകനുമായി മാറിയ ഇന്ത്യൻ വിപ്ലവകാരി ആരായിരുന്നു? എ. ലാലാ ലജ്പത് റായ്, ബി. ബാലഗംഗാധര തിലക്, സി. അരബിന്ദോ ഘോഷ്, ഡി. MN റോയ്. ശരി ഉത്തരം അരബിന്ദോ ഘോഷ്. അഞ്ചാമത്തെ ചോദ്യം: കേരള സംസ്ഥാനത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ വിജയം നേടിയതാര്? എ. കെ ശൈലജ, ബി. P.K. കുഞ്ഞാലിക്കുട്ടി, സി. പിണറായി വിജയൻ, ഡി. ഉമ്മൻചാണ്ടി. ശരി ഉത്തരം കെ ശൈലജ. ആറാമത്തെ ചോദ്യം: ഏതു ഭാഷയിൽ നിന്നാണ് സ്വദേശി എന്ന പദത്തിൻ്റെ ഉദ്ഭവം? എ. ഹിന്ദി, ബി. സംസ്കൃതം, സി. ബംഗാളി, ഡി. തമിഴ്. ശരി ഉത്തരം സംസ്കൃതം. ഏഴാമത്തെ ചോദ്യം: ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിൻ്റെ ഭാഗമായ ദ്വീപ്? എ. ശ്രീലങ്ക, ബി. മഡഗാസ്കർ, സി. ടാസ്മാനിയ, ഡി. തായ്വാൻ. ശരി ഉത്തരം ടാസ്മാനിയ. എട്ടാമത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ ഏതു നദിയാണ് ഉപദ്വീപ പീഠഭൂമിയിലൂടെ ഒഴുകുന്നത്? എ. ഗംഗ, ബി. ഗോദാവരി, സി. ബ്രഹ്മപുത്ര, ഡി. യമുന. ശരി ഉത്തരം ഗോദാവരി. ഒൻപതാമത്തെ ചോദ്യം: ലോകത്ത് ആദ്യമായി സൗരോർജ്ജ വ്യോമ ഇന്ധനം ഉപയോഗിച്ച വിമാന കമ്പനി ഏതാണ്? എ. സ്വിസ് ഇൻ്റർനാഷണൽ എയർലൈൻസ്, ബി. ഖത്തർ എയർവേയ്സ്, സി. സിംഗപ്പൂർ എയർലൈൻസ്, ഡി. എയർ ന്യൂസിലാൻഡ്. ശരി ഉത്തരം സ്വിസ് ഇൻ്റർനാഷണൽ എയർലൈൻസ്. പത്താമത്തെ ചോദ്യം: പണത്തിൻ്റെയും ഉപകരണങ്ങളുടെയും നിക്ഷേപം ഉൾപ്പെട്ട ഉൽപാദന ഘടകം ഏതാണ്? എ. ഭൂമി, ബി. തൊഴിൽ, സി. മൂലധനം, ഡി. സംരംഭകത്വം. ശരി ഉത്തരം മൂലധനം. 11ാമത്തെ ചോദ്യം: RBIയുടെ ചിഹ്നം എന്താണ്? എ. കടുവ, ബി. പന, സി. ആന, ഡി. ഒലിവ് മരം. 1. എയും ബിയും, 2. ബിയും സിയും, 3. സിയും ഡിയും, 4. എയും ഡിയും. ശരി ഉത്തരം 1 എയും ബിയും, അതായത് കടുവയും പനയും. 12ാമത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ പ്രത്യക്ഷ നികുതി അല്ലാത്തതേത്? എ. വരുമാന നികുതി, ബി. കോർപ്പറേറ്റ് നികുതി, സി. വസ്തുനികുതി, ഡി. ചരക്കു സേവന നികുതി. ശരി ഉത്തരം ചരക്കു സേവന നികുതി. 13ാമത്തെ ചോദ്യം: രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിഹ്നങ്ങൾ അനുവദിക്കുന്നത് ഡാഷ് ആണ്? എ. ഇന്ത്യ ഗവൺമെൻറ്, ബി. രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, സി. ഇലക്ഷൻ കമ്മീഷൻ, ഡി. ഇന്ത്യൻ ഭരണഘടന. ശരി ഉത്തരം ഇലക്ഷൻ കമ്മീഷൻ. 14ാമത്തെ ചോദ്യം: NREGA പദ്ധതിയിലെ ചിലവിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള വിഹിതം ഏത് അനുപാതത്തിലാണ്? എ. 90:10, ബി. 75:25, സി. 50:50, ഡി. 10:90. ശരി ഉത്തരം 75:25. 15ാമത്തെ ചോദ്യം: ലോക്സഭയിലെ പ്രോടേം സ്പീക്കറെ നിയമിക്കുന്നത് ആര്? എ. ലോക്സഭാ സെക്രട്ടറി ജനറൽ, ബി. മുൻ സ്പീക്കർ, സി. രാഷ്ട്രപതി, ഡി. മുഖ്യമന്ത്രി. ശരി ഉത്തരം രാഷ്ട്രപതി. 16ാമത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ ഏതു ഭേദഗതിയിലാണ് ഭരണഘടനയിൽ അടിസ്ഥാന കടമകൾ ഉൾപ്പെടുത്തുന്നതിനുള്ള പ്രധാന മാറ്റങ്ങളും കൂട്ടിച്ചേർക്കലുകളും കൊണ്ടുവന്നത്? എ.
42-ാം ഭേദഗതി, ബി 73-ാം ഭേദഗതി, സി 102-ാം ഭേദഗതി, ഡി 88-ാം ഭേദഗതി. ശരി ഉത്തരം 42-ാം ഭേദഗതി. 17-ാമത്തെ ചോദ്യം, ജനഗണമന എന്ന ഗാനം ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എപ്പോൾ? എ ജനുവരി 24, 1950, ബി ജനുവരി 26, 1950, സി ഓഗസ്റ്റ് 15, 1947, ഡി ഓഗസ്റ്റ് 26, 1949. ശരി ഉത്തരം ജനുവരി 24, 1950. 18-ാമത്തെ ചോദ്യം, നിയമനിർമ്മാണപരമായ അധികാരങ്ങളുടെ വിഭജനത്തെ പറ്റിയുള്ള 3 ലിസ്റ്റുകളെ ഉൾക്കൊള്ളുന്ന ഭരണഘടനയിലെ പട്ടിക ഏത്? എ 8-ാം പട്ടിക, ബി 7-ാം പട്ടിക, സി 6-ാം പട്ടിക, ഡി 5-ാം പട്ടിക. ശരി ഉത്തരം 7-ാം പട്ടിക. 19-ാമത്തെ ചോദ്യം, ഏതു സംസ്ഥാനത്തിൻ്റെ ക്ലാസിക്കൽ നൃത്തരൂപമാണ് കുച്ചിപ്പുടി? എ പശ്ചിമ ബംഗാൾ, ബി ജാർഖണ്ഡ്, സി ഒഡീഷ, ഡി ആന്ധ്രാപ്രദേശ്. ശരി ഉത്തരം ആന്ധ്രാപ്രദേശ്. 20-ാമത്തെ ചോദ്യം, അപൂർവ ഹൃദ്രോഗം മൂലം അടുത്തയിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച 23 വയസ്സുള്ള ക്രിക്കറ്റ് താരം ബെൻ വെൽസ് ഏതു രാജ്യക്കാരനാണ്? എ ഓസ്ട്രേലിയ, ബി ഇംഗ്ലണ്ട്, സി സൗത്ത് ആഫ്രിക്ക, ഡി ബംഗ്ലാദേശ്. ശരി ഉത്തരം ഇംഗ്ലണ്ട്. 21-ാമത്തെ ചോദ്യം, മലയാള പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? എ ഹെർമൻ ഗുണ്ടർട്ട്, ബി ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോൻ, സി ജെയിംസ് അഗസ്റ്റസ് ഹിക്കി, ഡി ജോർജ് കുടിലിൽ. ശരി ഉത്തരം ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോൻ. 22-ാമത്തെ ചോദ്യം, നെഹ്റു ട്രോഫി വള്ളംകളി ഏതു കായലിലാണ് നടത്തുന്നത്? എ പുന്നമടക്കായൽ, ബി അഷ്ടമുടിക്കായൽ, സി വേമ്പനാട്ടുകായൽ, ഡി ശാസ്താംകോട്ടക്കായൽ. ശരി ഉത്തരം പുന്നമടക്കായൽ. 23-ാമത്തെ ചോദ്യം, ഒരു കമ്പ്യൂട്ടറിൻ്റെ മറ്റെല്ലാ ഘടകങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗം ഏതാണ്? എ പവർ സപ്ലൈ, ബി ഹാർഡ് ഡിസ്ക്, സി മദർ ബോർഡ്, ഡി കീബോർഡ്. ശരി ഉത്തരം മദർ ബോർഡ്. 24-ാമത്തെ ചോദ്യം, കമ്പ്യൂട്ടറിന് അകത്തുള്ള ഘടകങ്ങൾ തമ്മിലോ കമ്പ്യൂട്ടറുകൾ തമ്മിലോ വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിക്കുന്ന പാതകൾക്ക് പറയുന്ന പേരെന്ത്? എ റൂട്ടർ, ബി സ്വിച്ച്, സി മോഡൽ, ഡി ബസ്. ശരി ഉത്തരം ബസ്. 25-ാമത്തെ ചോദ്യം, ഇൻ്റർനെറ്റ് അടിസ്ഥാന അവകാശമായി പ്രഖ്യാപിച്ച സംസ്ഥാനം? എ തമിഴ്നാട്, ബി കേരളം, സി ഗുജറാത്ത്, ഡി ഉത്തർപ്രദേശ്. ശരി ഉത്തരം കേരളം. 26-ാമത്തെ ചോദ്യം, IT നിയമത്തിലെ 66B വകുപ്പ് എന്തിനെക്കുറിച്ച് പറയുന്നു? എ ഡേറ്റ സംരക്ഷണം, ബി ഡേറ്റ മോഷണം, സി സ്വകാര്യതാ ലംഘനം, ഡി മോഷ്ടിക്കപ്പെട്ട കമ്പ്യൂട്ടർ റിസോഴ്സസ് ദുരുദ്ദേശത്തോടെ സ്വീകരിക്കുന്നത്. ശരി ഉത്തരം മോഷ്ടിക്കപ്പെട്ട കമ്പ്യൂട്ടർ റിസോഴ്സസ് ദുരുദ്ദേശത്തോടെ സ്വീകരിക്കുന്നത്. 27-ാമത്തെ ചോദ്യം, ക്ലോക്ക് സ്പീഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ കമ്പ്യൂട്ടറിൻ്റെ സംഭരണശേഷി, ബി റാമിൻ്റെ ശേഷി, സി റോമിൻ്റെ ശേഷി, ഡി CPU-വിലേക്കും CPU-വിൽ നിന്നുമുള്ള വിവര കൈമാറ്റത്തിൻ്റെ നിരക്ക്. ശരി ഉത്തരം ഡി CPU-വിലേക്കും CPU-വിൽ നിന്നുമുള്ള വിവര കൈമാറ്റത്തിൻ്റെ നിരക്ക്. 28-ാമത്തെ ചോദ്യം, ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏത്? എ ന്യൂക്ലിയർ ഊർജം, ബി ബയോമാസ് ഊർജം, സി കൽക്കരിയിലെ ഊർജം, ഡി പെട്രോളിയത്തിലെ ഊർജം. ശരി ഉത്തരം ബയോമാസ് ഊർജം. 29-ാമത്തെ ചോദ്യം, ഇറീഡിയം പാളി കണ്ടുപിടിച്ചതിലൂടെ നൊബേൽ സമ്മാനം നേടിയതാര്? എ ലൂയിസ് അൽവറാസ്, ബി പിയറി ക്യൂറി, സി ജെ തോംസൺ, ഡി സർ ഐസക് ന്യൂട്ടൺ. ശരി ഉത്തരം ലൂയിസ് അൽവറാസ്. 30-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള പ്രദേശം ഏതാണ്? എ കണ്ടൽക്കാട്, ബി മിതശീതോഷ്ണ മഴക്കാടുകൾ, സി ടൈഗ പ്രദേശം, ഡി പവിഴപ്പുറ്റുകൾ. ശരി ഉത്തരം പവിഴപ്പുറ്റുകൾ.